Watch full episodes on Jio Hotstar. ഞാനാണ് സയന്റിസ്റ്റ് സഹായി. പക്ഷെ എനിക്ക് യാതൊരു സഹായവും കിട്ടുന്നില്ല. കാരണം ഞാൻ ആ ഡയബലസിന്റെ വലയിൽ കുടുങ്ങി ഇവിടെ തന്നെ പെട്ടുപോയിരിക്കുകയാണ്. വലയോ? എന്ത് വല? അയാൾ എന്താ ചെയ്യുന്നത്? മിസ്റ്റർ ഡയബലസ് വലിയൊരു പണക്കാരൻ അറബിയാണ്. അയാൾ വെള്ളത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണങ്ങി വരണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് പോയി വെള്ളമില്ലാത്ത സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും വരൾച്ച ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കർഷകനും വെള്ളം കിട്ടാതെ വിഷമിക്കുകയില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് സഹായിയായിട്ടിരുന്നത്. ഒരിക്കൽ ഞങ്ങൾ ഈ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അയാൾ എന്നെ ഒരു സ്പേസ് ഷിപ്പിനകത്തിരുത്തി ഈ പ്ലാനറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ജോലിയെല്ലാം എങ്ങനെ നടക്കുന്നു? ഇനിയും 10% ബാക്കിയുണ്ട്. ഇനിയും കുറച്ചു നാളുകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും. മിസ്റ്റർ ഡയബോളസ്, ഇതൊക്കെ എന്താണ്? ഇവിടെ നോക്കൂ, ഈ ഡാമിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളമില്ലേ, ഇതെല്ലാം ഞാൻ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്നിട്ട് ഈ ജോലി താൻ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതുവരെ ചെയ്തെത്തിച്ചത്. ഇത് സത്യം പറഞ്ഞ എന്റെ സ്വന്തം ഗ്രഹമാണ്. ഞാൻ ഇവിടെ ഒരു പുതിയ ലോകമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്റെ സഹായത്തോടെ ക്ലൗഡ്സിനെ വെച്ച് വെള്ളം ഷിഫ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. നീ ക്ലൗഡ്സിനെ ഉപയോഗിച്ച് വെള്ളം ഇവിടെ കൊണ്ടുവരണമെന്നാണോ ആഗ്രഹിച്ചത്? അതെ. അപ്പോൾ നീ എന്നെ ഇത്രയും നാൾ വിഡ്ഢിയാക്കുകയായിരുന്നു അല്ലേ? ഭൂമിയിലെ വെള്ളം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്ത് കൊണ്ടുപോയി വരൾച്ച ഒഴിവാക്കണമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? എല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ പറയുന്നത്. ഞാൻ ഈ കാര്യം നേരത്തെ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ എന്നെ ഇത്രയും ദൂരം സഹായിക്കില്ലേ? ഇപ്പൊ ഞാൻ ക്ലൗഡിന്റെ സഹായത്തോടെയാണ് ഭൂമിയിലുള്ള വെള്ളമെല്ലാം ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ദൈർഘ്യമുള്ള പ്രോസസ്സാണ്. ഞാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഭൂമിയിലെ എല്ലാ വെള്ളവും ഒറ്റയടിക്ക് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. താൻ ഇനി എന്നെ ആ ഗവേഷണത്തിലാണ് സഹായിക്കാൻ പോകുന്നത്. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ ഭൂമിയിലുള്ള ആൾക്കാരുടെ ജീവിതം നശിച്ചു പോകും. ഞാൻ നിന്നെ സഹായിക്കുകയില്ല. പിടിക്കാളെ, അയാൾ ഇവിടുന്ന് മടങ്ങാൻ സാധിക്കരുത്. തനിക്ക് എന്റെ അടുത്തുനിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ മുന്നിൽ പെടാതെ ഇവിടെ വന്ന് ഒളിച്ച് ജീവിക്കുകയാണ്. എനിക്കിപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല. ഇവിടെ ഇരുന്ന് ഞാൻ ബെറിൻഡോ ട്രൈബോ ലീഡർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ്സിനെ മോഷ്ടിക്കുകയും ക്യാപ്സൂൾ രൂപത്തിൽ വെള്ളം കളക്ട് ചെയ്യുകയും ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇവിടെ ബെറിൻഡോ ട്രൈബേഴ്സ് എന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ വളരെ രഹസ്യമായി എനിക്ക് സഹായം ചെയ്യും. ഡയബ്രോസിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവൻ എങ്ങനെയുള്ളവനാണ്, അവന്റെ പവർ എന്താണ്, മാത്രമല്ല അവനെ എവിടെ കിട്ടും, അവനെയും അവന്റെ ശക്തിയെയും അവൻ പോലും അറിയാതെ ഞങ്ങൾക്ക് കാണണം. മനസ്സിലായോ? അവന്റെ പ്രതിമ സ്ഥാപിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. Attention! Guards, stand at ease. കൂട്ടുകാരെ, വളരെ പെട്ടെന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള കുറെ മനുഷ്യർ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും വളരെ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമ്മാനമുണ്ട്.
നല്ല മണം. നല്ല മണം, നല്ല മണം. സമൂസേ, 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 സമൂസേ. എന്തിനാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്? അഴിക്കൂ. അതും നല്ല കാര്യം. മനസമാധാനത്തോടെ ഇരുന്ന് കഴിക്കൂ. ഓക്കേ, വലിയേട്ടാ. എന്റെ ഡയബ്രൂസ് ചേട്ടാ, സമൂസ എവിടെ? സമൂസ എവിടെയാന്ന് ചോദിച്ചത്. ഇത് വെറും സമോസയുടെ ഇമേജസ് മാത്രമാണ്. എന്നെ പുറത്തിറക്കാൻ ചെയ്ത ഒരു അഭ്യാസം. എനിക്ക് മനസ്സിലായായിരുന്നു നിങ്ങൾ എന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന്. എന്നിട്ട് എന്നെ സന്ദർശിക്കാനായിട്ട് ഇവിടെ വരെ വന്നു ചേരുമെന്ന്. ഇയാളുടെ കൂട്ടുകാരെല്ലാം ഒന്ന് മുന്നോട്ട് വന്നേ. ഇനി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡയാബോലസ്. ഡയാബോലസിന്റെ ലോകത്തേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും എന്റെ കഥ തീർക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? പക്ഷെ ഞാനൊരു സൗഹൃദത്തിന്റെ ഓഫറാണ് അങ്ങോട്ട് വെക്കുന്നത്. എന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കൂ. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ? നീ ആവശ്യമില്ലാതെ സമൂസയെ കാണിച്ചെന്നെ കൊതിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞങ്ങൾ ഒരിക്കലും സഹായിക്കില്ല. എന്റെ അമ്മോ, ഈ നേരത്തും ഇവര് സമോസനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. Diabolas, you are now under arrest. The name is Chingam, Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah, കണ്ടോ? ദിം തരകിട ദാ. തലാങ്കു തകത ബിദോം. Come on, ചാർ. Yeah. തങ്കതബി. എന്റെ അമ്മോ. കൊള്ളാലോ. അയാൾ എന്നെ അറസ്റ്റ് ചെയ്യും എന്നല്ല പറഞ്ഞത്, പക്ഷെ സ്വന്തമായിട്ട് അക്കടി പറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല ഞാൻ എത്ര വലിയൊരു മഹാകാര്യമാണ് ചെയ്യുന്നതെന്ന്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് എ ന്യൂ വേൾഡ്. എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. എനിക്ക് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. പൊളിച്ചെടുത്തല്ലോ ഇൻസ്പെക്ടർ ചിങ്കം, പോരെ. എന്റെ അമ്മോ, കുടുങ്ങിപ്പോയല്ലോ. ഞാൻ നിങ്ങളുടെ ഏറ്റവും ധനികരായ, സ്മാർട്ടായ, ഇന്റലിജന്റ് ആയ ആൾക്കാരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇവിടെ ഒരു പുതിയ ലോകം ഞാൻ സൃഷ്ടിക്കും. ഇവിടുത്തെ എല്ലാ സിസ്റ്റവും എന്റെ ചൊൽപ്പടിയിലായിരിക്കും. അതിനുവേണ്ടി തന്നെ എനിക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഭൂമിയിലുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലേ ഭൂമിയിലുള്ള ജനങ്ങൾക്കൊക്കെ പിന്നെ എന്ത് പറ്റും? വെള്ളം ഇല്ലാതെ അവരൊക്കെ മരിക്കേണ്ടി വരും കേട്ടോ. ഐ ആം ദ ക്രിയേറ്റർ. ഞാൻ തന്നെ സൃഷ്ടിക്കും, ഞാൻ തന്നെ നശിപ്പിക്കും. എന്തെങ്കിലും കിട്ടാനായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെട്ടേ പറ്റൂ. ഒരഞ്ഞിട്ട് എക്സ്ട്രാ ഓർഡിനറി അല്ലാത്തവരെ പറ്റി ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് അവരെ ആവശ്യമില്ല. അവര് വെള്ളമില്ലാതെ ചിലപ്പോ മരിച്ചു പോയേക്കാം. ഐ ഡോണ്ട് കെയർ. നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ലോകമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്മാർ റോബോട്ടിനെ പോലെയാണ് ജീവിക്കേണ്ടി വരിക. നീ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. ആർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ വളരെ സമാധാനത്തോടുള്ള ഭൂമിയെ നശിപ്പിച്ച് നീ ഉണ്ടാക്കുന്ന ഈ പുതിയ ലോകം ആരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനെന്താ, ഭൂമിയിലും അവര് നന്നായിട്ട് ജോലി ചെയ്യാറില്ലേ? ഞാൻ അവരെ എന്റെ ഈ പെർഫെക്റ്റ് ലോകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പെർഫെക്റ്റ് ലൈഫ് സമ്മാനിക്കും. നിങ്ങൾ എന്റെ ഈ മഹാജോലിയിൽ എന്നെ സഹായിക്കുമോ? ഞാൻ ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നതിന് കാരണം നിങ്ങൾ ഏവരും എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ടാണ്. ഒരിക്കലും പറ്റില്ല. നിന്റെ അടിമയായി ജീവിക്കാൻ ഞങ്ങൾക്കാർക്കും ഒരു താല്പര്യവുമില്ല. അടിമ നിങ്ങൾ ആയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ നിങ്ങൾ പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല. ഉത്തരം കിട്ടിയോ? ഇത്ര വ്യത്യാസമാകാൻ കാരണം എന്താണെന്ന്? അല്ല, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവനാണെങ്കിൽ മാജിക്കിന്റെ അകത്ത് മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോസ് സഹായിയെ കൂട്ടിക്കൊണ്ടുവന്നു.
വെൽക്കം മിസ്റ്റർ സഹായ്, വെൽക്കം. നീ വാസ്തവത്തിൽ വിചാരിച്ചോ എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് നിനക്ക് ഒത്തിരി നാൾ ജീവിക്കാമെന്ന്? ഐ ആം ദ ക്രിയേറ്റർ ഓഫ് ദിസ് പ്ലേസ്. ഐ ക്രിയേറ്റ് ആൻഡ് ഐ ഡിസ്ട്രോയ്. രക്ഷപ്പെട്ട് എവിടെ പോകും സഹായ്? ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തില്ലേ? അതെങ്ങനെയാ ചെയ്തത്? എങ്ങനെയാ നീ വെള്ളമായിട്ട് മാറിയത്? I am the creator. I can do anything. സഹായ്, നിനക്കും ഇതൊരു ചെറിയ സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ എന്നെ ലേക്കിന്റെ അടുത്ത് വിട്ടിട്ട് ഓടിക്കളഞ്ഞതല്ലേ? നീ പോയതിനു ശേഷം ഞാൻ ആ വെള്ളത്തിന്റെ പുറത്ത് ഇത്തിരി റിസർച്ച് ചെയ്തു. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചാൽ അതിൽ നിന്നൊരു വ്യത്യസ്ത ശക്തിയെ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കി. ഞാൻ അതുപോലത്തെ കെമിക്കൽസ് ഒരുമിച്ച് ചേർത്ത് വെള്ളം തയ്യാറാക്കി. എന്നിട്ട് ഒരു ദിവസം കൂട്ടുകാരെ കാണുക. ഇന്ന് നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ ഒത്തിരി ശക്തി വരും. അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി നോക്കൂ അത്ഭുതം. മിസ്റ്റർ ഡൈബോളസ്, എന്താ പറ്റിയത്? എവിടെ പോയി ബോസ്? ഓ, ഞാൻ എത്ര തവണ പറഞ്ഞതായിരുന്നു എല്ലാം നശിപ്പിച്ചു. ബോസ് എപ്പോഴും ഇങ്ങനെയാ, പറഞ്ഞതൊന്നും കേൾക്കാറേയില്ല. ഞാനാണ് സൃഷ്ടാവ്, ഞാൻ സൃഷ്ടിക്കും, ഞാൻ നശിപ്പിക്കും എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണമായിരിക്കുന്നു ബോസ്. I am the creator and I destroy. അപ്പോഴാണ് ഞാൻ എന്റെ പുതിയ പവറിനെ പറ്റി അറിഞ്ഞത്. ഞാൻ പതുക്കെ ആ പവറിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്റെ സ്വയം ഇഷ്ടത്താൽ എപ്പ വേണമെങ്കിലും വെള്ളമാകാം, എന്നിട്ട് തിരിച്ചെപ്പ വേണമെങ്കിലും മനുഷ്യനായി മാറാം. സുഹൃത്തുക്കളെ, എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യൂ. സൂക്ഷിച്ച് മോട്ടു. പത്തലു എണ്ണിക്ക്. അയ്യോ, നമ്മളിതിന് കുടുങ്ങിപ്പോയല്ലോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. സഹായ്, കണ്ടോ നീ? എന്നെ സഹായിക്കാഞ്ഞതിന് എത്ര വലിയ അപരാധമാണ് താൻ ചെയ്തതെന്ന്. ഇനിയിപ്പൊ കുറച്ചു നേരത്തിനകം എന്റെ ആ എക്സ്പെരിമെന്റ് പൂർണ്ണമാകും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ ജലവും ഞാൻ ഒരുമിച്ച് വലിച്ചെടുക്കും. പിന്നെ എന്നെ ആർക്കും തന്നെ തടയാനാവില്ല. No one. ഇനിയിപ്പോ ഒരു എന്റർടൈൻമെന്റ് ആവാലോ. Stop! Here.
എനിക്ക് ഷാർപ്പായിട്ടുള്ള ഒരു സാധനം ആവശ്യമുണ്ട്. അതെവിടെ കിട്ടുക? ശരി, നിങ്ങളൊന്ന് നിർത്തു കൂട്ടുകാരെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗെയിം കാണിച്ചു തരാം. ഞാനിത് എത്തിപ്പോയി. ഈ പ്രാവശ്യം തന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നെ താഴെ ഇറക്ക്, എന്നെ താഴെ ഇറക്കാൻ, താഴെ ഇറക്കാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? താഴെ ഇറക്ക. എന്തെല്ലാം ഉണ്ട് ടൈബ്ലോ സാറേ? ഈ കളി നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്നാണല്ലോ തോന്നുന്നു. എവിടേക്കാണോ പോയത്? വേഗം വാ ഫ്ലോറിറ്റ, ഇവന്മാരെ ക്ലോഡിയസും ഹരിക്കേനും നോക്കിക്കോളും. ഇവന്മാരെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്ക്. ഫിനിഷ് them. Okay, boss. വരൂ സുഹൃത്തുക്കളെ, പറക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ. സത്യം സത്യം. ക്ലൗഡ് മാൻ ബട്ടു, പെട്ടെന്ന് ഇവിടേക്ക് വരൂ. ഗുഡ് ജോബ് ഹരിക്കാൻ മാൻ. ഇനി എന്റെ അവസരമാണ്. പിന്നിലുണ്ടാക്കുന്നത് എന്റെ ഒരു പഴയ ശീലമാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദവും. ഐഡിയ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ശീലത്തെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? Attack! ഇപ്പോ നിന്റെ ഊഴമാണ് ഗ്ലോഡിയസ്. അടുത്ത ഊഴം നിന്റേതാണ് മോനെ. മോട്ടു, വെള്ളം തീർന്നു. ഇപ്പൊ നീ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ശരി ശരി, ഇനിയിപ്പോ എന്താ ചെയ്യും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹാരിക്കൻ മാൻ, ഇതാ ഞാൻ എത്തിപ്പോയി. യെസ്, ഞാൻ എത്തിപ്പോയി ഹാരിക്കൻ. വെറുതെ വിടില്ല. നിന്റെ കഥ തീർത്തിരുന്നു ഹാരിക്കൻ മാൻ. പറ്റുമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് കാണിക്കേ ഹാരിക്കൻ മാൻ. നിന്റെ കളി ഇതോടെ അവസാനിച്ചിരിക്കുന്നു.
അങ്ങനെ ഹരിക്കേന്റെ കഥ ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി വരൂ, ബാക്കിയുള്ളത് ഡയാബ്ലസിന് കൊടുക്കാം. അടുത്ത് വരൂ, ഡയബോളസ് രക്ഷപ്പെട്ടു പോകാൻ പോവുകയാണ്. Come on. ഫ്ലോറിറ്റ, ഇവരെ കുറച്ചു നേരം കൂടെ തടയി. ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള എന്റെ ഫോർമുല റെഡിയാണ്. ഇപ്പൊ നിന്റെ ഇതോടെ ആട്ടം നിന്റെ കഥ നിലയ്ക്കാൻ പോവുകയാണ്. തീർന്നിരിക്കുന്നു. മാഡം, നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കുവോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീകളുടെയും ദേഹത്ത് കൈവയ്ക്കാറില്ല. അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കൂ പ്ലീസ്. സ്ത്രീകളുടെ മേൽ കൈവയ്ക്കില്ലെന്നോ? വിളിച്ചെടുത്തല്ലോ, ഇന്ന് ഞാൻ തല്ല് വാങ്ങി തരിപ്പണമായല്ലോ മമ്മി. അടിപൊളി ഫ്ലോറിറ്റ, ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് പോവാൻ പെട്ടെന്ന്. വേഗം, ലെറ്റ്സ് ഗോ. ഫോർമുല അവന്റെ കയ്യിലുണ്ട്. അവൻ ഇവിടെ ഓടിപ്പോയി ആ പ്ലെയിനിൽ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവനെ പിടിക്കാന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അവന്റെ പുറകെ പോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. വേഗം അവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവന്റെ സംസാരം നിർത്തേണ്ട സമയമായി. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഇന്ന് ഞാൻ പറക്കാൻ അനുവദിക്കില്ല. വേഗം വാ, ഷിപ്പിൽ കയറ്. ബോസ് നിൽക്കൂ. നമ്മളുടെ അടുത്ത് ഒട്ടും സമയമില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.